നമസ്കാരം ആൻഡ് വെൽക്കം ടു ക്രാഫ്റ്റ്. നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു വിളക്ക് കണ്ടാലോ. പലർക്കും അറിയായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഈ വിളക്കിൻ്റെ പേരെന്ന് വെച്ചാൽ ഭദ്രദീപം എന്നാണ്. ഈ വിളക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 21 തിരിയിടാനുള്ള പ്രൊവിഷൻ ഈ വിളക്കിലുണ്ട്. സാധാരണ 5 തിരിയൊക്കെ ഇടാനുള്ള പ്രൊവിഷനാണ് വിളക്കിൽ വരുന്നത്. ഇതിൽ 21 തിരിയിടാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അത്യാവശ്യം എണ്ണയൊക്കെ കൊള്ളുന്നതിന് കുറേ നേരത്തേക്കൊക്കെ നമുക്കിത് കത്തിച്ച് വെക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത്രയും തിരി ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രകാശമൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് പൂജാ റൂമിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ഫംഗ്ഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വിളക്കാണ്. പിന്നെ ഈ വിളക്കിൻ്റെ ഡയമെൻഷനിലോട്ട് വരുമ്പോൾ 1 അടിയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ മോഡലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് craftia.in മുഖേന താഴെ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു. നമസ്കാരം ആൻഡ് വെൽക്കം ടു ക്രാഫ്റ്റ്. നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു വിളക്ക് കണ്ടാലോ. പലർക്കും അറിയായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഈ വിളക്കിൻ്റെ പേരെന്ന് വെച്ചാൽ ഭദ്രദീപം എന്നാണ്. ഈ വിളക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 21 തിരിയിടാനുള്ള പ്രൊവിഷൻ ഈ വിളക്കിലുണ്ട്. സാധാരണ 5 തിരിയൊക്കെ ഇടാനുള്ള പ്രൊവിഷനാണ് വിളക്കിൽ വരുന്നത്. ഇതിൽ 21 തിരിയിടാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അത്യാവശ്യം എണ്ണയൊക്കെ കൊള്ളുന്നതിന് കുറേ നേരത്തേക്കൊക്കെ നമുക്കിത് കത്തിച്ച് വെക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത്രയും തിരി ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രകാശമൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് പൂജാ റൂമിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ഫംഗ്ഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വിളക്കാണ്. പിന്നെ ഈ വിളക്കിൻ്റെ ഡയമെൻഷനിലോട്ട് വരുമ്പോൾ 1 അടിയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ മോഡലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് craftia.in മുഖേന താഴെ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു.